ഹേ ഗായ്സ്, ടിങ്കുനം കൂട്ടിട്ട് പാറുന്റെ മാമ ഖത്തറിന്ന് വരുന്നുണ്ട്. അയാളെ കൊണ്ടുവരാൻ പോയി. ഖത്തറിന്നല്ല വരുന്നല്ല, കുറച്ച് മാസമായിട്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് നിൽക്കുമ്പോ കുണ്ടിയും കാണിച്ചോണ്ട് ഖത്തറിന്ന് വരുന്ന ഖത്തർ സൂസു. പിന്നെ ഖത്തർ എയർവേസ് സൂസിന്റെ സ്വന്തമായുണ്ട്. തോന്നുമ്പോ നാട്ടിൽ വരാം, തോന്നുമ്പോ ഖത്തറിൽ പോവാം. ഇക്കൊല്ലം ഇത് 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഇയാളെ പെട്ടിയും നോക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ആടുന്ന് പുരയൊക്കെ എത്തിച്ചിട്ട് ജാവ് കാണാന്ന് വെച്ചിട്ട് ടാട്ടാക്കിട്ട് നമ്മ പോയി. ജാവ എപ്പോ നേരെ മഞ്ചേശ്വരം പിലിക്കളി നോക്കാൻ വന്നു. ആടെ എത്തിയ പറഞ്ഞത് ഇത് ഒരൊന്നൊന്നര പിലിക്കളി കോമ്പറ്റീഷൻ ആയിരുന്നു. ഹൗസ്ഫുൾ ആൾക്കാരും ഫുൾ വൈബും. ബാക്കിലേക്ക് നോക്കുമ്പോ ഖത്തർ സൂസ് ആടുന്ന് ഡാൻസ് ആയിക്കൊണ്ട്. പിന്നെ നമ്മ VIP ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ചയർ ഇട്ട് ഫാൻ ഇട്ടി തന്നു. പിലിക്കളി തുടങ്ങുന്നതിന് മുമ്പ് 2 എലിക്കളി ആയിക്കൊണ്ട്. ഇവരെ കളി കണ്ടിട്ട് സിനിമയിലും സീരിയലിലുള്ള ഈ അമ്മച്ചി ഓറ തുപ്പി. പുലിക്കളി തുടങ്ങിയ മക്കളെ. നമ്മ എത്തിയപ്പോഴത്തേക്ക് 3 ടീമിന്റെ മാത്രം ബാക്കിയുള്ളത്. SMK തൂമിനാടും ഹനുമാൻ ടൈഗേഴ്സും ഭഗവതി ടൈഗേഴ്സ് ഒസങ്കടിയുമാണ് കളിക്കാൻ ബാക്കിയുള്ള. സത്യം പറഞ്ഞ കണ്ടിട്ട് രോമാഞ്ചിഫിക്കേഷൻ ആയി ഗൈസ്. രോമാഞ്ചിഫിക്കേഷൻ കിഡിലൻ കളി. പ്രത്യേകിച്ച് ഹനുമാൻ ടൈഗേഴ്സും SMK തൂമിനാടിന്റെ ടീമും കിഡിലനായിട്ട് കളിച്ചു. എല്ലാരും കൈ കൊട്ടിച്ച് അടിച്ചു പൊളിച്ചു. എന്തായാലും പുലിക്കളിന്റെ ഫ്യൂച്ചർ കിഡിലനായിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഈ പിള്ളേരുടെ കളി കണ്ടാവും. ഓരോ സെക്കൻഡും രോമാഞ്ചമായിരുന്നു ഈ പിള്ളേരുടെ കളി കണ്ടിട്ട്. പുറത്തിറങ്ങിയപ്പോ നമ്മളൊരു ഫ്രണ്ട് പുലിനെ കണ്ടു. ഇവൻ ഭഗവതി ടൈഗേഴ്സിൽ ഇവർ 3rd അടിച്ച്. ഹനുമാൻ ടൈഗേഴ്സ് 2ും SMK തൂമിനാടും ഫസ്റ്റ് അടിച്ച്. പിന്നെ നമ്മളെ വീഡിയോ കൊടുന്ന കുറച്ച് നമ്മളെ മുത്ത് പിള്ളേർ വന്നിട്ടുണ്ട്. ഓർക്കൊരു ഹായല്ലോ കൊടുത്തു. ഓർ നിങ്ങളെ ഫോളോ ആക്കാൻ പറയുന്നുണ്ട്. ഫോളോ ആക്കിക്കോ. പിന്നെ അതെല്ലാം കണ്ടിട്ട് നമുക്കും പിരാന്തായി. നമ്മുടെയും പരിക്കളി തുടങ്ങി.